എവിടെയോ എന്തോ തകരാറ് പോലെ അതിന് 1500 ലൈക്ക്. അഭിനയിക്കാൻ അറിയില്ല, സിനിമയിലല്ല ലൈഫ്, എല്ലാം തികഞ്ഞകള്, വൃത്തികെട്ട നിലവാരം എന്തായാലും കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കമന്റുകൾ വരുന്നത്. ഹായ് എവരിവൺ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, വിസ്മയ മോഹൻലാല് ആദ്യമായിട്ട് അഭിനയിച്ച ചിത്രമാണ് തുടക്കം എന്ന് പറയുന്ന മൂവി. അപ്പൊ ഈ ഒരു മൂവിനെ കുറിച്ചിട്ടുള്ള ഇന്റർവ്യൂ ഫാമിലി ഒക്കെ ആയിട്ട് കുറെ ഇന്റർവ്യൂകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ആന്റണി പെരുമ്പാവൂര്, ഈ വിസ്മയ മോഹൻലാലിന്റെ അച്ഛനായിട്ടുള്ള മോഹൻലാല്, അതുപോലെ അമ്മ, എല്ലാവരും ഉണ്ടായിരുന്നു. ഒരുപാട് ചാനലുകളിൽ ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൊടുത്ത ഇന്റർവ്യൂസ് ആണ്. ഈ പടം ഓഗസ്റ്റ് 7-ാം തീയതിയാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒരുപാട് ചാനലുകളിൽ കൊണ്ടുപോയിട്ടായിരുന്നു. അതൊക്കെ റീൽസ് ആയിട്ട് കട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മളെല്ലാം. അതിന്റെ താഴെ വരുന്ന ഒരുപാട് കമന്റ്സ് ആണ് ഞാൻ സത്യം പറഞ്ഞ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത്, ഈ ലൈഫിൽ എന്ത് ചെയ്താലും ഒന്നും ആകാൻ പറ്റാത്ത, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടാലും കുറ്റം പറയുന്ന കുറെ ടീമുണ്ട്. അവരാണ് ഈ ഒരു കമന്റുകളുടെയൊക്കെ ഉസ്താക്കന്മാരെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്തോരം കമന്റ് ആണ്, നിങ്ങളൊന്ന് കാണണം. ഇങ്ങനെയൊക്കെ കമന്റ് ഇട്ടത് കൊണ്ട് എന്തൊക്കെ മനസുഖമാണ്, അല്ലെങ്കിൽ എന്ത് മനസുഖമാണ് ഇവർക്കൊക്കെ കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മോഹൻലാലിന്റെ മകൾക്ക് പ്രോപ്പർ ആയിട്ട് മലയാളം അറിയത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാര്യം ആ പുള്ളിക്കാരി പഠിച്ചതും വളർന്നതും ഒക്കെ പുറത്താണ്. അപ്പോൾ കൂടുതലായിട്ട് മലയാളത്തിൽ പുള്ളിക്കാരി കമ്മ്യൂണിക്കേഷൻ ചെയ്യാറില്ല. അതുപോലെ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കുറച്ച് മലയാളമൊക്കെ പുള്ളിക്കാരിക്ക് അറിയാം. അതിനും ചില ആൾക്കാർക്ക് കുറ്റമാണ്. ഈ കുട്ടിക്ക് മലയാളം അറിയത്തില്ലേ, ഭയങ്കര ജാട കാണിക്കുക, അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. ശരിക്കും പറയാലോ, സ്വന്തം ഐഡിയെന്ന് പോലും അല്ല ഇവര് വന്ന് കമന്റ് ഇടുന്നത്. കുറെ വായി നോക്കിയുള്ളൂ. ഞാൻ എന്തായാലും ഒരു വീഡിയോ കാണിക്കാം, അതിന്റെ താഴെ വന്ന കമന്റ്സും ഞാൻ കാണിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ പ്രണവ് മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അധികം ഇന്റർവ്യൂ കൊടുത്തിട്ടില്ലെന്ന് വേണം പറയാനായിട്ട്. പുള്ളിക്കാരൻ അങ്ങനെ കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും എല്ലാവരുടെ മുന്നിൽ വന്ന് പുള്ളിക്കാരൻ ഒന്നാമത്തെ അറിയത്തില്ല, പുള്ളിക്ക് അതിന് താല്പര്യവും ഇല്ല. ഈ പുള്ളിക്കാരിയെ സംബന്ധിച്ചും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഓരോരോ ഇന്റർവ്യൂകളിലും ഇതുപോലുള്ള കാര്യങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നത്. മീഡിയക്കാരെയൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്യുന്നതും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുള്ളിക്കാരി നിൽക്കുവാണ്. ആ പുള്ളിക്കാരിയുടെ ബിഹേവിയറും അങ്ങനെ ആയിരിക്കും. കൊച്ചു പിള്ളേരെ പോലെയാണ്, ഭയങ്കര ആക്റ്റീവായിട്ടാണ് പുള്ളിക്കാരി പെരുമാറുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. അത് കണ്ടിട്ട് കുറെ പേര് അയച്ച കമന്റ്സ് ആണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. കുറച്ച് വട്ടുണ്ടോ, അതോ രേവതിയെ പോലെ അഭിനയിക്കുവാണോ, ഇതിനൊക്കെ വന്നിരിക്കുന്ന ലൈക്ക് കാണണം. 1000-ന് മേളിലാണ് ലൈക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ കമന്റ് എന്ന് പറയുന്ന ഒറ്റ വീഡിയോയിലല്ല വന്നിരിക്കുന്നത്. മിക്ക വീഡിയോയുടെ താഴത്തും കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള കമന്റ് കാണാൻ പറ്റും. എവിടെയോ എന്തോ തകരാറ് പോലെ അതിന് 1500 ലൈക്ക്. അഭിനയിക്കാൻ അറിയില്ല, സിനിമയിലല്ല ലൈഫില്, ജീവിതത്തിലും അഭിനയിക്കുവാണെന്നുള്ള രീതിയിലാണ് കണ്ടുപിടുത്തങ്ങൾ. ശരിക്കും ഈ കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെയൊക്കെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആകാൻ നിങ്ങൾ ശ്രമിക്കുക. അതാണ് ചെയ്യേണ്ടത് ആദ്യം. എന്നിട്ട് ബാക്കിയുള്ളവരെ ഒന്ന് കുറ്റം പറ. നിങ്ങൾ ഇതിനൊന്ന് ആലോചിക്കും, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ മകളാണിത്. പ്രത്യേകിച്ച് മോഹൻലാലിനെ അഭിനയം പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് നമുക്കറിയാലോ. ഇത് ചുമ്മാതെ എല്ലാവർക്കും ചൊറിച്ചിലാണ്. ഇതൊക്കെ കണ്ടിട്ട് എന്ത് കണ്ടാലും കുറ്റം പറയണമല്ലോ അതിൻ്റെത്. ഇനി ഈ പുള്ളിക്കാരി കുറ്റം പറഞ്ഞായിരുന്നല്ലോ മറ്റേ ആ സമരത്തിന്റെ കാര്യത്തില്, പിന്നെ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തിയതിന്റെ കാര്യത്തില് ഒരുപാട് പാർട്ടിക്കാര്, ഒരുപാട് പേര് ഈ പടം കാണത്തില്ല, ബഹിഷ്കരിക്കൂ എന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ട്. ആ രീതിയിലുള്ള PR വർക്കും നടപ്പുണ്ട് ഇതിന്റെ പുറകില്. ഇവരുടെ പടം ബഹിഷ്കരിക്കണം, ഇവരുടെ പടം കാണുകയേ ചെയ്യും എന്ന് പറഞ്ഞ് വേറെ കുറെ വിഭാഗം ആൾക്കാര്. മലയാളികളുടെ വൃത്തികെട്ട വികാരം കമന്റ് ബോക്സിൽ കാണുന്നുണ്ട്. എല്ലാം തികഞ്ഞവർ, സത്യം. ഈ കമന്റ് ഇടുന്നവരെല്ലാം തികഞ്ഞവരാണോ? നിങ്ങൾക്കൊന്നും ഒരു കുറ്റവും കുറവും ഇല്ലല്ലോ. ചിലപ്പോ ഇനി ഞാൻ ഈ വീഡിയോ ചെയ്തെന്നും പറഞ്ഞ് ഇനി ഇതിന്റെ താഴെയും വരും എനിക്കെതിരെ കമന്റ്. ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ആ പെണ്ണ് നിങ്ങളെയൊക്കെ എന്ത് ചെയ്തു? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അതിന്റെ ഒരു ഫസ്റ്റ് മൂവിയാണ്, അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കുവാണ്. അപ്പൊ അതിന് പിന്നെ ഇങ്ങനെയൊക്കെ കുറ്റം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? പുള്ളിക്കാരിക്കാണെങ്കിൽ എന്ത് സംസാരിക്കണം, എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാതെ അത്രയും എക്സൈറ്റഡിൽ നിൽക്കുന്ന സമയമാണ്. ഇതുപോലുള്ള കമന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ഗുണമാണ് കിട്ടുന്നത്? എല്ലാ വീഡിയോയുടെയും താഴെ വന്നിരിക്കുന്നതാണ് എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. കണ്ടില്ലേ, ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം പുള്ളിക്കാരി ഒരു ചിൽട്ട് ക്യാരക്ടറാണ്. ശരിക്കും ആ മൂവിയുടെ ഒരു ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് പുള്ളിക്കാരി ആദ്യമായിട്ട് കാണുന്നല്ല തോന്നിയത്. മുന്നേ അഭിനയിച്ച എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തിനാണ് പുതിയതായിട്ട് വരുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വന്നിരുന്ന് കുറ്റം പറയുന്നത്? അപ്പോ ഡൽഹിയിൽ നടന്ന ആ സമരത്തെ സപ്പോർട്ട് ചെയ്തായിരുന്നു നമ്മുടെ വിസ്മയ മോഹൻലാൽ സംസാരിച്ചത്. ആ പോസ്റ്റ് ഇട്ടതിന്റെ പിന്നാലെ മേജർ രവി വന്ന് കുറച്ച് ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കൊച്ചുനാൾ മുതലേ ആ കുട്ടിയെ അറിയാം, അതിന് രാഷ്ട്രീയവും ഒരു കോപ്പോ അറിയത്തില്ല, ഒരു ബോധവും അറിവില്ലാത്ത കുട്ടിയാണ്, എനിക്കറിയാവുന്നതിൽ കൂടുതൽ വിസ്മയെ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആ കുട്ടിയെ ആക്ഷേപിക്കുകയാണ്.
ആ ഒരു രീതിയിലാണ് ഈ പറയുന്ന മേജർ രവി വന്ന് സംസാരിച്ചത്. ഒരൊറ്റ കാര്യം പറയട്ടെ, പുള്ളിക്കാരി ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുമായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സമരത്തിൽ സപ്പോർട്ട് ചെയ്ത രീതിയിൽ ഒരു നിലപാടിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു പുള്ളിക്കാരിക്ക്. എന്തായാലും പുള്ളിക്കാരി പറഞ്ഞ ആ ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു. To ask a question, recently Maya കുറെ ഒരു social media backlash വന്നു. So, do you want to talk about it? Yeah, I stand by what I said. I believe we're a democracy and we should always be allowed to question and be heard. And that we should always have dialogue instead of force. And yeah, I don't think your politics should ever supersede your humanity. And regardless of which party is in power, if tomorrow the same thing was to happen, I would still feel the same way. കേട്ടില്ലേ പുള്ളിക്കാരി പറയുന്നത്? ഞാൻ ഏത് നിലപാടാണോ എടുത്തിട്ടുള്ളത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. കണ്ടില്ലേ, ഇതാണ് ശരിക്കും പറഞ്ഞ നിലപാട്. ഇല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ആലോചിച്ചാൽ പോരെ ഇത് വലിയ സൈബർ അറ്റാക്ക് ആവും, അങ്ങനെയാവും, ഇങ്ങനെ. അല്ലെങ്കിൽ തന്നെ സൈബർ അറ്റാക്ക് പുള്ളിക്കാരി നേരിട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതും കൂടെ ആവുമ്പോഴത്തേക്കും ചിലപ്പോൾ അയ്യോ ഇനി വലിയ വിഷയമാവും, അപ്പൊ എന്റെ നിലപാട് മാറ്റാമെന്ന് പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ വിചാരിക്കാമല്ലോ. പക്ഷേ ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഭയങ്കര എന്തോ പുള്ളിക്കാരിയോട് റെസ്പെക്ട് തോന്നുന്നു. മേജർ രവി എന്തായാലും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ? മേജർ രവിയുടെ ഇപ്പോഴത്തെ ഇത് പറയുവാണെങ്കിൽ കുറച്ച് നാളുകളായി ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊക്കെ വന്ന് പറയുവാണ് ചെയ്യുന്നത്. മേജർ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെങ്കിലും എന്തെങ്കിലും ഒരു റെസ്പെക്ട് പുള്ളിക്കാരൻ കൊടുത്താൽ മതിയായിരുന്നു. കുറെ ഓരോ വിഡ്ഢിത്തരങ്ങളുമായിട്ട് ഇങ്ങനെ വന്നു. എന്നാലും വേറൊരു ഇന്റർവ്യൂ കൂടെ ഉണ്ട്, അതും കൂടെ കണ്ടു. എനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചത്, whatever, but and I know for myself. So if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove what I'm thinking or what I'm feeling or. പുള്ളിക്കാരി എന്താ പറയുന്നതെന്ന് പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ അറിയാം. ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരിക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും മേജർ രവി പ്രത്യേകിച്ച് ഈ ഒരു സാധനം കേൾക്കുന്ന വളരെ നല്ലതായിരിക്കും. I don't have to say no, it's like this, it's like that. I don't have to explain myself. If someone has a problem, they have a problem and I can't do anything to fix that problem. And I don't have to. It's not on me to fix their problem. ശരിക്കും ഈ രാഷ്ട്രീയവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരാളുടെ പ്രവൃത്തിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത്, അല്ലാണ്ട് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അതൊക്കെ വളരെ മോശമാണ്. ഈ പാർട്ടി, മതം ഇതൊക്കെ പ്രത്യേകിച്ച് തലയ്ക്ക് കയറിയ കുറെ പേരുണ്ടല്ലോ, ഒരുതരം മാനസിക രോഗികൾ ഒരുപാട് പേര് നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്. അവർമാർക്കൊക്കെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. സൈബർ ആക്രമണം നടത്തുന്നവർക്ക് മുഖമില്ലെന്ന് മോഹൻലാൽ. സോഷ്യൽ മീഡിയയെ പേടിച്ച് ജീവിക്കേണ്ട കാലം. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നവരുണ്ട്, അത് ഗൗനിക്കില്ലെന്നും മോഹൻലാൽ പറഞ്ഞു. അതിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണ്. പക്ഷെ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കാനേ പറ്റുള്ളൂ, ഒന്നും പറയാതിരിക്കാനേ പറ്റുള്ളൂ. സത്യമാണ്, വാ തുറക്കാൻ പറ്റത്തില്ല. വാ തുറന്ന പ്രശ്നമാണ്. ഇങ്ങനെ കുറെ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ നിൽക്കുവാണ്, എന്ത് പറയുവാണ്, എന്തുവാണ് അവര് പറയുന്നത്, എന്തുവാണ് അവര് ചെയ്യുന്നത് എന്നൊക്കെ നോക്കി നിൽക്കുവാണ്. എന്ത് വീഡിയോ ഇട്ടാലും അതിന് പ്രത്യേകിച്ച് വേറെ അർത്ഥം വന്ന് കാണുകയാണ് ഇവര്. ഒരു മനുഷ്യനെ ഇങ്ങനെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുവാണ്. അപ്പൊ ഇങ്ങനെ കുറെ എണ്ണം ഉണ്ടായിരുന്നു. മോഹൻലാൽ എന്ത് ചെയ്താലും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ഒരുത്തൻ. കാരണം മോഹൻലാലിനെ കുറ്റം പറഞ്ഞാലേ റീച്ച് ഉണ്ടാവത്തുള്ളൂ എന്നൊരു ധാരണ അവനുണ്ട്. അതുപോലെ തന്നെ വേറൊരു വായി നോക്കി ഉണ്ടായിരുന്നു, ആറാട്ടണ്ണൻ എന്ന് പറയുന്ന സന്തോഷ് വർഗീസ്. ആ പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. പറയുവാണ് അലൻ ജോസ് പെരേര ഉണ്ടല്ലോ, പുള്ളിക്കാരന്റെ ഫീമെയിൽ വെർഷനാണ് ഈ പുള്ളിക്കാരി എന്ന്, വിസ്മയ മോഹൻലാൽ എന്ന്. എന്നിട്ട് പിന്നെ പറയുക എന്താണ്, വിസ്മയ മോഹൻലാലിനെ കാണാനായിട്ട് ഒരു സിനിമാ നടിയുടെ ലുക്കില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരൻ വന്ന് പറയുന്നത്. ഈ വ്യക്തി തന്നെയാണ് മോഹൻലാലിനെ കണ്ടാലും അല്ലെങ്കിൽ മോഹൻലാലിന്റെ വൈഫിനെ കണ്ടാലും ഒക്കെ ഓടി ചെല്ലുന്നത്, അയ്യോ എന്തോ ഞാൻ നിങ്ങളുടെ ഫാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതും മോഹൻലാലിന്റെ ഒരു പടം പോലും വിടാതെ പുള്ളിക്കാരൻ പോയി കാണുകയും ചെയ്യും. എന്നിട്ട് പൊട്ടന്മാരെ പോലെ അവരുടെ കൂടെയൊക്കെ പോയി സെൽഫി എടുക്കുന്നു. ഇവനക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു വല്ലതും ഒക്കെ അടിച്ചു കയറ്റിയിട്ട് കിളി പറഞ്ഞിരിക്കുവാണെന്നാണ്. ഇവനെയൊക്കെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്ന ഓരോ മീഡിയക്കാരുണ്ട്, അവന്മാരെ വേണം ആദ്യം പറയാൻ. ഇവനെയൊക്കെ ഇത്രയും വളർത്തിക്കൊണ്ട് വന്ന കുറെ മീഡിയക്കാരുണ്ടല്ലോ, അവരെ വേണം അടിക്കാൻ. എന്തും ആരെ പറ്റിയും എന്ത് തോന്നിയാസം പറയാമെന്നുള്ള രീതിയിലാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ. താമസിക്കാതെ ചിലപ്പോ ഇതിനൊക്കെ ഒരു നിയമം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക്. ഇപ്പൊ പണ്ട് ഞാൻ ഒരിക്കലും ആരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു പണ്ടും ഉണ്ടായിരുന്നില്ല, അന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതിലൊന്നും വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളെ അറിയാതെ പ്രാഗുമായിരുന്നു. അതൊരു വേറൊരു തലത്തിൽ നിന്നുള്ള ഒരു ആൻസറാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏതൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താലും, ഈ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ഒരു ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ആധാർ കാർഡോ പാൻ കാർഡോ ഒന്നും സബ്മിറ്റ് ചെയ്യാതെ തുടങ്ങാൻ സാധിക്കരുത്. അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഒരാൾക്ക് തുടങ്ങാൻ പറ്റരുത്.
അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നാൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്താണ് ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കാൻ ആർക്കും പറ്റത്തില്ല. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായ ആൾക്കാരെ കണ്ടുപിടിക്കാൻ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിസ്സാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഏത് കൊച്ചു കുട്ടിക്കും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ. എന്തൊക്കെ ഓരോ പ്രശ്നങ്ങൾ നടക്കുമെന്നറിയോ. ശരിക്കും സൈബർ സെൽ ടീമിനൊക്കെ ഒറ്റയടിക്ക് ഈ എന്തെങ്കിലുമൊക്കെ പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നവരെ പിടിക്കാൻ പെട്ടെന്നായിരിക്കും. വളരെ മാന്യമായിട്ട് വിമർശിക്കുന്ന നമുക്കും കൂടെ ചീത്തപ്പേരുണ്ടാക്കും ഇവന്മാർ. ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി മേജർ രവിയുടെ കാര്യം. മേജർ രവിക്കൊക്കെ ഇപ്പൊ എന്ത് വിവരം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഈ മേജർ രവി എന്ന് പറയുന്ന ഒരാള്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള്, കീർത്തി ചക്ര എന്ന് പറയുന്ന ഒരു മൂവി മോഹൻലാലിനെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഇപ്പോഴും കാണുമ്പോൾ രോമാഞ്ചമാണ്. ശരിക്കും പറഞ്ഞാൽ മേജർ രവിയെ ഈ ഒരു ലെവലിൽ അറിയാൻ കാരണം തന്നെ മോഹൻലാലാണ്. എന്നിട്ട് വന്നിരുന്നു വിസ്മയൊക്കെ ഒന്നും അറിയത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുകയാണ്. എന്ത് പറയാനാണ്. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.